ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന പൊട്ടുകടലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കാം. അപ്പം നമ്മളിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറിയുടെ അരമുറി, ഒരു വലിയ മുറിയുടെ അരമുറി തേങ്ങ. അപ്പം നമ്മൾ വലിയൊരു മുറിയുടെ അരമുറി തേങ്ങ എടുത്തു. 3 ഉണക്കമുളക്, പിന്നെ 1 ടീസ്പൂണ് പൊട്ടുകടല, ഒരു 3 ചെറിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം. ഞാനിപ്പോൾ ഇഞ്ചി അരച്ചതാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ ഒരു ലേശം ഇഞ്ചി. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർക്കാം, ചട്നിയിലേക്കുള്ള ഉപ്പ്. ഇത് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചട്നി. ഇനി നമുക്കിത് വറുത്തിടാം. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ചട്നി. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എന്നാലും ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ചട്നിയാണ്. അപ്പോൾ നമ്മൾ ചട്നി ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പം ഇത് ഇത്തിരി ഒഴിച്ചിട്ട് ചട്നീനെ ലൂസാക്കി എടുക്കാം. നമ്മുടെ ചട്നി നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം, ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമുക്കിതിലേക്ക് ഒരു ലേശം കടലപ്പരിപ്പ്, ഒരു 2 നുള്ള്, അതുപോലെ തന്നെ 2 നുള്ള് ഉഴുന്നും പരിപ്പ്, കടുക് ഒരു 1/4 ടീസ്പൂണ്, നമ്മുടെ ചട്നിക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഉണക്കമുളക്, നമുക്ക് കറിവേപ്പില ചേർക്കാം. നമുക്കിത് ചട്നിയിലേക്ക് എടുത്ത് ഒഴിക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ അത്. നല്ല സൂപ്പർ ചട്നിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചമ്മന്തിയും ദോശയും ഇതാണ്. നല്ല സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ അത്. നമ്മുടെ ചമ്മന്തിയും ദോശയും നമുക്ക് നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.